നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മല്യ മെരുങ്ങുന്നു. വായ്പാ തട്ടിപ്പിനെ തുടർന്ന് രാജ്യം വിട്ട് വിജയ് മല്യ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ അസാധുവാക്കിയ പാസ്പോർട്ട് തിരികെ കിട്ടാൻ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ മധ്യരാജാവിന്റെ അപേക്ഷ. ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൻ സന്നദ്ധനെന്നും മല്യ. തീരുമാനത്തിന് പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികളെന്ന് സൂചന. സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താതെ വന്നതോടെ വിജയ് മല്യയുടെ 6630 കോടി രൂപയുടെ സ്വത്തുക്കൾ 2 ദിവസം മുൻപ് കണ്ടുകെട്ടിയിരുന്നു. പുറകെയുണ്ട് വിജിലൻസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും കൂടുതൽ സ്വത്ത് വിവരങ്ങൾ തേടി രജിസ്ട്രേഷൻ അയച്ചിട്ട് വിജിലൻസിന്റെ കത്ത്. ബാബുവിന്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ എന്നിവരുടെ പൂർണ്ണമായ സ്വത്ത് വിവരം നൽകണമെന്ന ആവശ്യം. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും വീടുകളിൽ നിന്ന് വിജിലൻസ് പിടിച്ചെടുത്തത് പണമിടപാടുമായി ബന്ധപ്പെട്ട 236 രേഖകൾ. റെയ്ഡിൽ കണ്ടെത്തിയവ കൂടാതെ വെളിപ്പെടുത്താത്ത സ്വത്തുക്കൾ ഇനിയുമുണ്ടെന്ന് നിഗമനം. വ്യക്തതയ്ക്കായി ആരോപണ വിധേയരെ ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം മന്ത്രിയായിരിക്കെ ബാബു നടത്തിയ വിദേശ യാത്രകളെക്കുറിച്ചും അന്വേഷണം. ബന്ധുക്കളുടെ ബിസിനസ് ശൃംഖലകളെ സംബന്ധിച്ച് അധിക വിവരങ്ങൾ ശേഖരിക്കും. രേഖകൾ പരിശോധിക്കാൻ 2 ആഴ്ച സമയം വേണ്ടിവരുമെന്നും അന്വേഷണ സംഘം. പ്രതിഷേധത്തിൽ കുടുങ്ങി. അന്യസംസ്ഥാന യാത്രക്കാർക്ക് ഇരുട്ടടിയായി കർണാടകയിലെ കർഷക ബന്ദ്. കാവേരി നദീജല തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരോക്ഷ പിന്തുണയോടെ ബന്ദ് ആചരിക്കുന്നത് 2000-ഓളം സംഘടനകൾ. സുപ്രീം കോടതി ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നും പ്രഖ്യാപനം. വാഹനങ്ങളും മെട്രോ സർവീസും നിശ്ചലമായതോടെ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് 1000-ലധികം യാത്രക്കാർ. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചതോടെ KSRTCയുടെ പകൽ സർവീസും മുടങ്ങി. കാവേരിയിൽ നിന്ന് 15000 ഖനയടി വെള്ളം തമിഴ്നാട് നൽകാൻ കോടതി ഉത്തരവിട്ടത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച. പരീക്ഷണത്തിന്റെ പ്രകമ്പനം. ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി വീണ്ടും ഉത്തര കൊറിയയുടെ ധിക്കാരം. രാജ്യം ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ആണവ പരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട്. പരീക്ഷണത്തിന് പിന്നാലെ വിക്ഷേപണ കേന്ദ്രത്തിന് സമീപം റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ഉത്തര കൊറിയയുടേത് UN സുരക്ഷാ സമിതി നിർദ്ദേശങ്ങളുടെ ലംഘനമെന്ന് ദക്ഷിണ കൊറിയ. നടപടിയിൽ ആശങ്ക അറിയിച്ച് ചൈനയും ജപ്പാനും. വിലക്ക് ലംഘിച്ച് ഉത്തര കൊറിയ ആണവ പരീക്ഷണം നടത്തുന്നത് ഇത് 5ാം തവണ. ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2870 രൂപ, പവൻ 22,960 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ചേരും. നമസ്കാരം.